ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പിണ്ടി പെരുന്നാൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിണ്ടി പെരുന്നാൾ നമ്മൾ 3 ദിവസമാണ് കേട്ടോ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ കൊച്ചുമക്കൾ റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വിരുന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞനാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. ചേച്ചിയുടെ മക്കളാണ്, ചേച്ചിയുടെ മക്കളും അനിയൻ്റെ മോളും ചേച്ചിയും പിന്നെ അനിയത്തിയും എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചെറിയ പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന പതിവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ് കേട്ടോ. ഉണ്ണിയപ്പം, അച്ചപ്പം ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. അപ്പം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവർക്കും കൊടുക്കുക, അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പിണ്ടി വയ്ക്കുന്ന ഇതും അതിൻ്റെ ലൈറ്റ് സെറ്റിങ്സിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പിണ്ടി ഒരുക്കുകയാണ് കേട്ടോ. ചേച്ചിയും കുട്ടികളും കൂടി ചേർന്നിട്ടാണ് കേട്ടോ പിണ്ടിയൊക്കെ സെറ്റ് ചെയ്യണത്. കണ്ടില്ലേ, എല്ലാ വർഷവും നമ്മൾ പിണ്ടി ഒരുക്കാറുണ്ട് കേട്ടോ. മാക്സിമം എല്ലാ വർഷവും മുടങ്ങാണ്ട് തന്നെ നമ്മൾ പിണ്ടി പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ പിണ്ടി പെരുന്നാൾ ആഘോഷിക്കുക. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഒരു സ്ഥലത്ത് മാറിയിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞനാണെങ്കിൽ മുട്ടായൊക്കെ തിന്ന് അതിൻ്റെ ഇടയ്ക്ക് അലങ്കോലപ്പെടുത്താനൊക്കെ വരുന്നുണ്ട് കേട്ടോ. കമൻസൊക്കെ പല രീതിയിൽ വരുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാലും എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഇങ്ങനെയൊക്കെ പരിപാടികൾ ആഘോഷിക്കുന്നത് പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക വൈബും അല്ലേ. എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒന്നിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. നമ്മൾ എല്ലാ പരിപാടികളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, എല്ലാവരും കൂടി ഒത്തുചേർന്ന്. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഉത്സാഹമുള്ള കാര്യമാണ് കേട്ടോ. ഒരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക എനർജിയൊക്കെയാണ് കേട്ടോ. എനിക്കിത് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനങ്ങനെ ഇങ്ങനെ പിണ്ടിയൊന്നും ഒരുക്കാത്തത് കൊണ്ട് തന്നെ അവരന്ന് എല്ലാ വർഷവും അടിപൊളിയായിട്ട് ഒരുക്കാറ് കേട്ടോ. ഇപ്പം സാധാരണ നമ്മുടെ അപ്പാപ്പൻ, കുഞ്ഞിൻ്റെ അപ്പാപ്പനാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാറ്. പിന്നെ ഇപ്പം അവരൊക്കെ വിരുന്ന് വന്നപ്പം ആ ജോലിയൊക്കെ അവരൊക്കെ അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ അപ്പാപ്പൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ ഇല പോലത്തെ സംഭവങ്ങളൊക്കെ അപ്പാപ്പൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. പിണ്ടിയും കുത്തി കൊടുത്തത് അപ്പാപ്പനാണ്. അപ്പം നമുക്ക് വീടിൻ്റെ മേളിൽ നിന്നാൽ തന്നെയും അമ്പ് വരുന്നതും കൊട്ടും നാസിക് ഡോളും പരിപാടികളൊക്കെ കാണാം കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടില്ല, വീട്ടിൻ്റെ മേളിൽ നിന്ന് തന്നെയാണ് കേട്ടോ അമ്പൊക്കെ കാണുന്നത്. അപ്പോൾ അടിപൊളി പരിപാടികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പള്ളിയിലോട്ട് പോയില്ല, നമ്മൾ വീട്ടിൽ തന്നെ നിന്നാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നല്ല ബാൻഡ് സെറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതൊക്കെ കാണാനായിട്ടുള്ളൊരു സൗകര്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ഒരുവിധപ്പെട്ട പള്ളികളിലെല്ലാം ഇപ്പം പെരുന്നാളും പിന്നെ അമ്പലങ്ങളിൽ പൂരമൊക്കെ നടക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം പറ്റുന്ന പരിപാടികളെല്ലാം പങ്കെടുക്കും, എല്ലാ പരിപാടികളും ആഘോഷിക്കും കേട്ടോ. അതൊക്കെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടികളെല്ലാം പങ്കെടുക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ. എനിക്ക് തോന്നുന്നു കൊല്ലത്ത് അങ്ങനെ പിണ്ടിപ്പെരുന്നാൾ അങ്ങനെ ഉണ്ടോ, പള്ളികളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമായിട്ട് ഇങ്ങനെ പിണ്ടിപ്പെരുന്നാൾ കാണുന്നതും അങ്ങനെയൊക്കെ പിണ്ടി ഉണ്ടാക്കി വെക്കുന്നതൊക്കെ കാണുന്നത് തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. നമ്മൾ കൊല്ലത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെന്ന് വെച്ചാൽ ഈ വട്ടം നമ്മൾ പെരുന്നാൾ അടിപൊളിയായിട്ട് ഇച്ചിരി വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വട്ടം നമ്മൾ കൊല്ലത്തുനിന്ന് ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ വട്ടവും ഇങ്ങനെ മുടങ്ങാണ്ട് ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റുമെന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കുടുംബക്കാരെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാ റിലേറ്റീവ്സിനെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി കുറേ പേരൊക്കെ പെരുന്നാളിൻ്റെ ദിവസം വരുന്നവരുണ്ട്. പിന്നെ കുറേ പേരൊക്കെ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതാണ് പള്ളി കേട്ടോ. അപ്പം നമ്മൾ രാത്രിയായപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും കൂടി ചെറിയ കുപ്പി പൊട്ടിക്കലും വർത്താനം പറയലും തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടും കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്ന പ്രത്യേക വൈബാണ്. ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ.